നാറി പരനാറി ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ഉപയോഗിക്കേണ്ട വാക്കുകൾ. പിണറായി ഇനി വേണ്ട എന്നൊരു തീരുമാനം ജനങ്ങൾക്കുണ്ടായി. ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയാണോ നമുക്കുള്ളത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ നിരാശയുണ്ട്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകളും പ്രയോഗങ്ങളും എത്ര എണ്ണം നമുക്കൊരു ലിസ്റ്റ് എടുത്തു വെച്ച് വായിക്കാം. നികൃഷ്ട ജീവി മുതൽ ഇങ്ങോട്ട് കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇടതുപക്ഷത്തിന്റെ മുൻ MP സെബാസ്റ്റ്യൻ പോൾ രംഗത്ത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരപരമായ സമീപനവും മാന്യമല്ലാത്ത ഭാഷയും ജനങ്ങളിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള ഭീഷണി സ്വരവും രാഷ്ട്രീയ അഹങ്കാരവും ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ അഹങ്കാര രാഷ്ട്രീയവുമായി മുന്നോട്ടു പോയതാണ് തെരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷത്തിനും കനത്ത വിലയാണ് നൽകേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ഉപയോഗിക്കേണ്ട വാക്കുകൾ. പിണറായി ഇനി വേണ്ട എന്നൊരു തീരുമാനം ജനങ്ങൾക്കുണ്ടായി. ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയാണോ നമുക്കുള്ളത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ നിരാശയുണ്ട്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകളും പ്രയോഗങ്ങളും എത്ര എണ്ണം നമുക്കൊരു ലിസ്റ്റ് എടുത്തു വെച്ച് വായിക്കാം. നികൃഷ്ട ജീവി മുതൽ ഇങ്ങോട്ട് കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം ഒരിക്കൽ കൂടി ഞാനല്ലാതെ വേറെ ആരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് പിണറായി അല്ലാതെയും ആളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ ബുദ്ധിമുട്ടാണ്. പിണറായിയെ ഇനി തിരുത്തേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രായം, എല്ലാറ്റിനും കാരണഭൂതനായി ഒരാൾ. ആളല്ലാതെ മറ്റൊരാളില്ല. അത് 10 പ്രമാണങ്ങളിൽ പറയുന്നുണ്ട് മോശയുടെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിക്കൂടാ എന്ന്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലപാടല്ല. അത് ഈ ഒരു പതനം ഇങ്ങനെ ഉണ്ടായതിൽ പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലശേഷം മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത അവസ്ഥ വന്നു. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് വലിയ പദവിയല്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് പാർട്ടി സെക്രട്ടറിക്ക് വിധേയനായിട്ടാണ്. ഇവിടെ അത് പോയി, അത് നഷ്ടപ്പെട്ടു. പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. പഴയ കാലം പോലെ അല്ലല്ലോ. ഇക്കാലം അത്രയും പിണറായിയപ്പോൾ ഏകാധിപതിയായിരുന്നു. തിരുത്താൻ ആരുമില്ല എന്ന് വന്നാൽ അതിനർത്ഥം അധികാരമുള്ളവൻ ഏകാധിപതിയാവുന്നു എന്നാണ്. നമ്മുടെ സംവിധാനമാകെ, നമ്മുടെ പാർട്ടിയൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ സംവിധാനത്തിലൊക്കെ ഈ ജുഡീഷ്യറിയും മറ്റ് ലെജിസ്ലേച്ചറും ഒക്കെ പ്രവർത്തിക്കുന്നത് അധികാര കേന്ദ്രത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് പരിമിതി കൊണ്ടുവരുന്നതിനാണ്. ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ ചോദ്യം ചെയ്യുന്നവരോട് അങ്ങേയറ്റം അനുചിതമായ രീതിയിലുള്ള പ്രതികരണം, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഏറ്റവും ഒരു അശ്ലീല ചുവയുള്ള പ്രസ്താവനയാണ്. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളോടാണല്ലോ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വന്നത്. അയാൾ കല്ലെറിയുകയോ കരിങ്കൊടി കാണിക്കുകയോ ചെയ്തില്ല. അയാൾ സഖാവ് കൂടിയാണ്, പാർട്ടിക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ജനം ആ മുഖ്യമന്ത്രിയോട് ഇപ്പം എന്താ പറഞ്ഞത്? വീട്ടിൽ പോയിരുന്നാൽ മതി. അതൊക്കെ ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന ചില പ്രതികാരവും വളരെ അർത്ഥവത്തായ പ്രതികരണവും ഒക്കെ അതൊക്കെ പലതും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ പിണറായി ഇക്കാലം അത്രയും പുലർത്തിപ്പോകുന്ന ഈ ഒരു പ്രവണത അത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആസ്വദിക്കുന്നുണ്ടാവണം. ഏകാധിപതി എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ആ വാക്ക് പൂർണ്ണമായും ശരിയാവില്ല. കാരണം നമുക്ക് സംസ്ഥാന മുഖ്യമന്ത്രി ഏകാധിപതിയായാൽ അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. കാരണം അതിനപ്പുറത്ത് നമുക്കൊരു ഭരണഘടനയും സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എങ്കിൽ പോലും തൻ്റെ ഈ അമിതാധികാരം, ആ വാക്ക് ഉപയോഗിക്കാമല്ലോ, അമിതാധികാരത്തിൽ സ്വയം ആഹ്ലാദിക്കുന്ന, സായുജ്യമടയുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നു. 10 വർഷത്തെ ഭരണം കൊണ്ട് സംഭവിച്ചത് അതാണ്. ഒരുപക്ഷെ ഇന്നലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴും
ഒന്നും പറയാതെ പോകുന്നൊരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അല്ല, നമ്മൾ എവിടെയാണെങ്കിലും വലിയ ജനാധിപത്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ കാര്യങ്ങളിൽ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണും. ആ ഒരു കാഴ്ച പോലും ഉണ്ടായില്ല. ഞാൻ പരാജയം സമ്മതിക്കുന്നു എന്നെങ്കിലും പറയും. അതിന് പോലും തയ്യാറാവാതെ ഞാൻ ആരോടും ഒന്നും പറയില്ല, മിണ്ടില്ല, ഞാൻ രഹസ്യമായി തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മളങ്ങനെ വിശ്വസിക്കും. നമ്മളിപ്പോൾ ഞാനുൾപ്പെടെയുള്ളവർ തോറ്റു നിൽക്കുകയാണ്. ഈ തോറ്റു നിൽക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ്, പ്രത്യാശ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അത് നിറവേറ്റുന്നില്ല. ഒരുപക്ഷെ ഇനി പാർട്ടിക്ക് പിണറായി വിജയനെ തിരുത്താൻ പറ്റുമോ, അതോ ഇനിയും പാർട്ടി ഇങ്ങനെ പിണറായിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകും? പിണറായിയെ ഇനി തിരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പുതിയ സംവിധാനങ്ങൾ, പുതിയ മുഖങ്ങൾ കണ്ടെത്തണം. പിണറായിയെ തിരുത്തണ്ടേ? പിണറായി തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ. ഇനി അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഇല്ല. പക്ഷെ പാർട്ടിക്കകത്ത് പുള്ളി അജയനാണ്. അത് മാറണം. ഈ പാർട്ടിക്കകത്ത് അജയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാലിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതല്ലല്ലോ നമുക്കൊരു ആവശ്യമുള്ളത്. നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ്. അവിടെ ആവശ്യമുള്ള നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. അവിടെ ഇപ്പോൾ പാർട്ടിയുടെ ഈ വലിയ തകർച്ച, അവിടെ പാർട്ടി ഇനി ഒരു സ്വയം ഒന്ന് നവീകരിക്കപ്പെടണം, അല്ലെങ്കിൽ സ്വയം കണ്ടെത്തപ്പെടണം പാർട്ടി. അതിന് പാർട്ടി തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ടിക്ക് അതിനുള്ള ഒരു ജൈവ ശക്തിയൊക്കെ ഉള്ള പാർട്ടി തന്നെയാണത്. ഈ ഘട്ടത്തിലല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഈ ഘട്ടത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ ബംഗാൾ, കേരളം മറ്റൊരു ബംഗാളാകും. ഇപ്പം ആയിട്ടില്ലാത്തത് ആ ഒരു കരുത്ത് ഇപ്പോഴും പാർട്ടിക്കൂടെ ഉള്ളത് കൊണ്ടാണ്. തിരുത്തുന്നതിനുള്ള അടിത്തറ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതില്ലെങ്കിൽ എത്ര പ്രാവശ്യമായി ബംഗാൾ മമതാ ബാനർജിയെ ബംഗാൾ ജനത നിരാകരിച്ചപ്പോഴും CPM-ന് ഇനി നിങ്ങളൊന്ന് വന്നോളൂ എന്ന് പറഞ്ഞില്ലല്ലോ. അവർ പുറത്താക്കിയവർ പുറത്ത് തന്നെയാണ്. അവസ്ഥയിലേക്ക് കേരളത്തിലെ പാർട്ടി എത്തരുത് എന്ന് കമ്മ്യൂണിസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ആ ഒരു പ്രാധാന്യം അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് പറയേണ്ടി വരുന്നു.